ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കാട്ടോ എന്നൊക്കെ പറയുന്നു. അല്ല നമ്മൾ ഉണ്ടാക്കണത് മോശമാണ് പറഞ്ഞാൽ പോയില്ലേ. അതൊക്കെ ചെയ്യുമ്പോ നല്ല ഒരു തന്നെ ചെയ്യുന്നത് സാധനങ്ങൾ ഉണ്ടാക്കുകയല്ലേ. എന്തെങ്കിലും ഒന്ന് മോശമായി കഴിഞ്ഞു അപ്പം അതന്നെ പറഞ്ഞതേ. ഇതിൻ്റെ അപ്പം അതന്നെ പറയുക എന്താണെന്നറിയോ, ചേച്ചി ചെയ്യണോ അമ്മമാരെ വിളിക്കണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മമാർ ചെയ്തോട്ടേന്ന്. നമ്മൾ എത്തിയിൽ പോകുമ്പോൾ അവർക്ക് മോശമായിട്ട് ഫങ്ഷനും കഴിഞ്ഞു, തിരക്ക് ഒഴിഞ്ഞു, എന്താ തിരിക്കണല്ലേ. ഇതില് വല്യമ്മടെ ആ ഫോണിൽ എടുക്കണതിന്റെ മൈക്കാണേ. നിനക്ക് വേണോ? സത്യം അറിയാച്ചല്ലോ, ക്ഷീണിച്ചു കിട്ടോ. ഇതിന്റെ ക്ഷീണം മാറണമെങ്കിൽ എത്ര ദിവസം ആവുകയാണോ? ക്ഷീണിക്കാന്ന് മാത്രം പറഞ്ഞ പോലെ അവസ്ഥ ഭയങ്കര മോശമായി പോയി. ശബ്ദമില്ല, എനിക്ക് പിന്നെ തൊണ്ട മൊത്തത്തിലെല്ലാം പണി മുടക്കി. അച്ഛൻ്റെ ഏട്ടന് മാത്രല്ല കേട്ടാ, ഒരു ഹാന്നിപ്പോ ഇങ്ങനെ ശബ്ദമായത് പത്ര നേരം മെനക്കെട്ടിട്ടാ ഇളഞ്ഞൂട് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് പിടിച്ച് അത് കാറ്റെങ്കിലും വരാൻ തുടങ്ങിയത് ഇപ്പോഴാ. എന്താ പെങ്ങളും കുട്ടികളൊക്കെ പോയി, വീട്ടിലത്തെ അമ്മ ഉച്ചയുമ്പോൾ പോയിട്ടോ. ഇപ്പം ഞങ്ങൾ തന്നെ ഈ അരങ്ങൊഴിഞ്ഞു പറഞ്ഞ പോലെ നമ്മൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. എല്ലാവരും മനസ്സ് നിറഞ്ഞിട്ട് തന്നെയാണ് പോയതാരും. ഇനിയിപ്പോൾ ഈ പന്തലും കൂടി ഇതിൽ കുറച്ചും കൂടി ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കിയാച്ച ഒന്നും കൂടി കളർ. പക്ഷെ നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ലേ പന്തലെടുത്ത്. അപ്പോൾ നമ്മളിതിൽ ദിവസത്തേക്കാണെങ്കിൽ ലൈറ്റൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്യുക. അതൊക്കെ ബജറ്റിന് ഒരുപാട് പൈസയാവും. നമ്മൾ വിചാരിച്ചിടത്തൊന്നും കാര്യങ്ങളൊക്കെ ഇല്ല. നമുക്ക് ആവശ്യങ്ങൾ നടക്കില്ലായിരുന്നു പ്രധാനം. ഇല്ലല്ലോ, കുറേ ബൾബും കാര്യങ്ങളും ഉണ്ടായിട്ട് ഇപ്പം എന്താ ഒരു കാര്യമില്ല. നമ്മുടെ വരുന്നവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുക, അവർക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക, പിന്നെ എല്ലാവരോടും സംസാരിക്കാനോ ഇടപഴകാനോ പറ്റുക, ഇതൊക്കെയല്ലേ വേണ്ടത്. എല്ലാവർക്കും ഭക്ഷണം നല്ല ഇഷ്ടമായിട്ടോ. ഭക്ഷണം അടിപൊളിയാണ് പറഞ്ഞത്. പ്ലെയിൻ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ് അതെല്ലാവർക്കും ഉച്ച സമയത്ത് വന്നവർക്കൊക്കെ നല്ല ഇഷ്ടമായില്ലേ ഭക്ഷണം. എന്താ കഴിച്ചവരൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ രണ്ട് ഭക്ഷണം ഉണ്ടാക്കി എന്തായാലും അല്ല മട്ടിപ്പ് തോന്നണില്ല എന്ന്. എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇത് എന്താ ബിരിയാണി അല്ലേ എല്ലാവരും ഉണ്ടാക്കുക, അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ആർക്കും പിടിക്കാതെ എന്നുള്ളത്. പക്ഷെ അത് ഇഷ്ടമായിട്ടോ. വൈകുന്നേരത്തോ കുറച്ച് ഭക്ഷണം ബാക്കി വന്നു കേട്ടോ. ഒരു 10-15 പേർക്ക് ആൾക്ക് അത് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾ വന്നില്ലേ? പിന്നെന്താ ഇത്ര ആൾക്കുണ്ടാക്കിയിട്ട് അതിൽ 10-15 ആൾക്കുള്ള ഭക്ഷണം ബാക്കി വരായിരുന്നു. അതൊരു നേരമാണോ? ഓ ആ പോരാട്ടോ, താത്ത വന്നിട്ടുണ്ട്. എന്താ സാധനങ്ങളൊന്നും പാത്രങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. പാത്രങ്ങൾ പന്തലൊക്കെ കഴിക്കാണ്ട്. അയ്യോ, നമ്മുടെ കല്യാണത്തിനും കൂടി നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ പന്തൽ ഇവിടെ തന്നെ വണ്ടിയൊക്കെ ആയിരുന്നില്ലേ? ഈ പന്തൽ ഇവരോട് ഇവിടെ വെക്കാൻ പറയേ. ഓട്ടോ നിർത്താൻ സ്ഥലമായിരുന്നു. എന്താ ആരാൻ്റെ മുതൽ കണ്ടിട്ടല്ല നമുക്ക്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് നിലനിന്ന് പോവുള്ളൂ. പറയുന്നത് കേട്ടിട്ടില്ലേ? അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ അത്. അമ്മയുടെ ഞാൻ ഇന്ന് നിന്നിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവിടെ പഞ്ചായത്ത് നിന്ന് വീടിന് പാസ്സായിട്ടുണ്ട് പറഞ്ഞില്ലേ, അപ്പോൾ ബ്ലോക്കിൽ പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോയതാട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവർക്കും സന്തോഷമാവും ആവട്ടെ. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മുടെ വീടിൻ്റെ വീഡിയോ വരാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് മാത്രം, നമ്മുടെ ഫാമിലിയിലുള്ളവരോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു വ്ളോഗേഴ്സിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് അതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും വന്നതിൽ മാക്സിമം ആളുകൾ എത്തിയതിൽ എല്ലാവരും ചോദിച്ചിരുന്നു നിങ്ങൾ വരുമ്പോൾ ഭക്ഷണത്തിന് അല്ലെങ്കിൽ എന്തിനെങ്കിലും എന്താ ചെയ്യുക. ഞങ്ങൾ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 600 പേർക്ക് ആദ്യം ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ആൾക്കാർ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിരുന്നു. വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പിറ്റത്തെ നമുക്കത് തിരിച്ചു കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ 1000-ൻ്റെ അടുത്ത് ആളുകൾ എത്തിയിരുന്നു. അതിൻ്റെ വലിയ ഭാഗ്യം. നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ എത്രയോ വീഡിയോയിൽ പറഞ്ഞത്. 1-2 വീഡിയോയിലല്ല. കാരണം എന്താ വെച്ചാൽ ആരും മിസ്സാവരുത്. വരണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വരാൻ ഒരു അവസരം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്നും ഗൾഫിൽ നിന്ന് വരെ ഉണ്ടായി. കൊച്ചിയിൽ ഫോർട്ട് കൊച്ചിയിൽ വന്നു, ഗൾഫിൽ നിന്ന് വന്നു.
കൊയിലാണ്ടിയിൽ നിന്ന് വന്നു, കൊയിലാണ്ടി. മഞ്ചേരിയിൽ നിന്ന് വന്നു, ഇന്ന് രാവിലെയും കൂടി മഞ്ചേരിയിൽ മഞ്ചേരിയിൽ ഇവർ വന്നിരുന്നു കേട്ടോ. അതൊക്കെ വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യം. ചിലവർക്കൊക്കെ വരാനും പറ്റാത്ത സാഹചര്യങ്ങളായിപ്പോയി, ഓരോ മരിപ്പ് കാര്യങ്ങൾ അവരടക്കം നമുക്ക് വിളിച്ച് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ, വരാൻ പറ്റിയില്ല, പിന്നെ ഒരു ദിവസം വരാം. പിന്നെ അന്ന് നല്ല മുഹൂർത്തമുള്ള ഒരു ദിവസമായിരുന്നു. ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന്, ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അത് ഞായറാഴ്ചയാണല്ലോ, വെക്കേഷനാണ്, ഞായറാഴ്ചയാണ്. ഇതൊക്കെ നമ്മൾ കണക്കാക്കിയിട്ടാണ് എല്ലാവർക്കും ആ വെക്കേഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്ത് തിരഞ്ഞെടുത്തത്. എന്തായാലും എല്ലാം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും നല്ല രീതിക്ക് നടന്നു. നമ്മുടെ സരോവരം എങ്ങനെയുണ്ട്? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം ലമ്മു. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് പൊട്ടിക്കണ്ടേ? ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ, ഒക്കെ പൊട്ടിക്കണം. അതാണ്ടോ, ഇതൊക്കെ ഇന്നലെ ഒരു ഒപ്പിക്കൽ പണി ചെയ്തതാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ, അതാണ്. അത് നമ്മൾ ഓണ സമയത്ത് വെച്ചില്ലേ, ഇത് കുറച്ച് ദിവസം ഇവിടെ ഇരിക്കട്ടെ അല്ലേ. ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചോട്ടോ. മുല്ലപ്പൂ വാങ്ങിയിട്ട് അതൊക്കെ ചെയ്യണം, എന്താ ഡ്രസ് കോഡിൻ്റെ സമയത്ത് മുല്ലപ്പൂവൊക്കെ ചെയ്യണം എന്നുള്ളത് ഇവിടെ അടച്ചിരിക്കുകയാണേ. വാ മുട്ടി. പിന്നല്ലേ നമ്മൾ അധികം പേരോടും ഒന്നും കൊണ്ടുവരരുത്, ഒന്നും വേണ്ട എന്ന് പറഞ്ഞതാണ് അല്ലേ ഏട്ടാ. അതിലൊരു കാരണങ്ങളുണ്ട്, അതിന് ചെറിയൊരു കാരണം ഉണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളത് പറഞ്ഞതാണ്. വലിയവരായിട്ടോ അങ്ങനെയൊന്നുമല്ല, അതിൻ്റെ പിന്നിൽ ഒരു വിഷമമുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത് അവർക്ക് നമുക്കറിയാം, എന്തായാലും എന്തെങ്കിലും തരിക എന്നുള്ളത് എല്ലാവർക്കും അത് സന്തോഷത്തോടെ തരുന്ന, സ്നേഹത്തോടെ തരുന്നതൊക്കെ അറിയാം. പക്ഷെ എന്താ വെച്ചെങ്കിൽ എല്ലാവരും അവസ്ഥ ഒരേ അവസ്ഥയില്ലല്ലോ. ആർക്കും അതിൻ്റെ മേലെ ബാധ്യതപ്പെടരുതെന്ന് വിചാരിച്ചു. കാരണം ബാധ്യത പറഞ്ഞാൽ ആശുപത്രിയും കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരാളുണ്ട്, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്താ വെച്ചെങ്കിൽ അപ്പോൾ ആൾ വയ്യാത്ത സാഹചര്യത്തിൽ ഇനി കടം വാങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ബാധ്യതപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് വേണ്ട എല്ലാവരോടും വേണ്ട പറഞ്ഞു. പക്ഷെ എന്നാലും അതൊക്കെ മറച്ചു പിടിച്ചിട്ട് പിന്നെ എൻ്റെ കണക്കൂട്ടിലൊക്കെ തിരിച്ചിട്ട് പിന്നെയും കൊണ്ടുവന്നു. വലിയൊരു ബാധ്യതയില്ല, എന്തെന്ന് കടമെടുത്തിട്ടാണോ എന്ത് ബാധ്യത വരുത്തിയിട്ടാണെന്ന് അറിയില്ല. അത് എൻ്റെ അറിവില്ലാതെയാണ് അത് കൊണ്ടുവന്നെ. ഞാൻ അറിഞ്ഞു വെച്ചെങ്കിൽ ഒരു പക്ഷേ ഞാനത് വേണ്ടെന്ന് അത്രയും പറഞ്ഞായിരുന്നു. പക്ഷെ എന്തായാലും വലിയ സന്തോഷമായി, കാരണം അവരത്ര വലിയ സന്തോഷത്തോടെ എത്തിയെന്ന് എനിക്കറിയാം. പക്ഷേ അതിൽ വലിയ സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ ആശുപത്രി കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരാൾ ചെയ്യുമ്പോഴുള്ള സങ്കടമുള്ളൂ. പക്ഷേ സത്യം പറയാച്ചല്ലേ, ഈ ഏട്ടനൊക്കെ എന്തൊരു സന്തോഷമാണ് എന്ന് പറഞ്ഞിട്ട് സന്തോഷം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഏട്ടൻ സ്വയം മറന്നിട്ട് അത്രയും സന്തോഷത്തിലാണ് ഇവിടെ പൊട്ടി വയ്യാതെ ശാരീരികമായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല. ഇന്നലെ വന്നപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വയ്യായി. ഞങ്ങൾ ഇന്നലെ വിചാരിച്ചു ആശുപത്രിക്കൊക്കെ പോകണില്ലേട്ടാ. പിന്നെ മരുന്ന് പോയി വാങ്ങിക്കൊണ്ടെന്ന് കൊടുത്ത്, ലഡ്ഡു ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും വരുന്നവർക്കുള്ള ലഡ്ഡു വാങ്ങിക്കൊണ്ടെന്നിരുന്നു. പിന്നെ നമ്മൾ കുപ്പിവെള്ളം എന്ന് പറഞ്ഞില്ലേ, അതൊന്നും നമ്മൾ ചെയ്തതല്ല കേട്ടോ, അതൊക്കെ ഏട്ടൻ്റെ വകയാണ്. ഏട്ടൻ ബേക്കറി ആണല്ലോ, അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വെള്ളം ഏട്ടൻ്റെ വകയാണ്, ഐസ്ക്രീം ഏട്ടൻ്റെ വകയാണ് ഇല്ലേട്ടാ. ഐസ്ക്രീമും ഏട്ടന് ബേക്കറിയിൽ കൊണ്ടുവന്ന് വെക്കുന്നതാണല്ലോ, അപ്പോൾ ഐസ്ക്രീം, വെള്ളം, ലഡ്ഡു, എസിയും കൊണ്ടുവന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അത് നമുക്ക് അത്യാവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. അത്യാവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ അത്രയും വലിയൊരു ബാധ്യത ഏറ്റെടുക്കുന്ന അളിയനെ കൊണ്ട് വയ്യ, അതെനിക്കറിയാം. അപ്പോൾ ആ ഒരു കാരണം അളിയനത് ചെയ്യരുതെന്ന് വിചാരിച്ചാൽ എല്ലാവരോടും ആരോടും ഒന്നും തരരുതേ എന്ന് പറഞ്ഞു. കാരണം ആരും ഒന്നും തന്നില്ലെങ്കിൽ പിന്നെ അളിയനെ തന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരും തരരുതെന്ന് പ്രത്യേകം പറയാൻ കാരണം അതാണ്. പക്ഷെ നോക്കുമ്പോൾ അതൊക്കെയാണ് പറഞ്ഞാലും ഞാൻ അറിയാണ്ട് എന്നെ അറിയിക്കേണ്ടവരെ അത് കൊണ്ടുവന്നു. പക്ഷെ അത് സന്തോഷം കൊണ്ടാണത് തിരിച്ചറിയാൻ എനിക്ക് ആവേണ്ടതില്ല. പക്ഷെ അളിയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ എന്താണെന്ന് എനിക്ക് നേരിട്ടറിയാലോ. അങ്ങനെ ഒരു ബാധ്യത വരരുതെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ ചാക്ക പിന്നെയും ചെയ്തു. അതൊക്കെ അവർ സന്തോഷത്തിൽ മതിമറന്നുകൊണ്ടാവാം. അവർക്കൊരു വീടാവുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹം നമുക്കൊരു വീടായി കാണണമെന്ന് അവർക്കുണ്ട്. ഒരു പെങ്ങളെയുള്ളൂ, ആ പെങ്ങൾക്കൊരു വീടാവുക എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. പക്ഷേ ബാധ്യതപ്പെടരുത്, ഇതിൻ്റെ പേരിൽ ഒരാൾ ബാധ്യതപ്പെടരുത്. കാരണം നമുക്കുള്ള സൗകര്യത്തിൽ ജീവിക്കാൻ ഇതുവരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഇപ്പോഴും ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ എ സികളൊന്നും ജീവിച്ചു വന്നില്ലല്ലോ. അത്രയും സൗകര്യങ്ങളൊക്കെ നമുക്ക് ആർഭാടാണ്. നമ്മൾ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഇവിടെ വന്ന് കണ്ടപ്പോൾ വന്ന് കണ്ട് വീടൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടനത് അവിടെ പറഞ്ഞേക്കണു അത്രേ. അപ്പോൾ നമ്മൾ ഇത്രയും പിന്നെ ഏട്ടനെന്താ വെച്ചാൽ എന്താ പറയുക, ഇനി ഒരു സർജറി നടക്കാനിരിക്കുന്ന ആളാണ് ഇപ്പോൾ അതൊക്കെ ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര വിഷമമായി. എന്തായാലും എനിക്ക് നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ അത് സന്തോഷത്തിൽ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയുക, അതൊരു വലിയ വിഷമമായി. അതുകൊണ്ട് എന്താ പറയുക,
അവർ വലിയ സന്തോഷത്തിലാണെങ്കിലും വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ തോന്നുന്നുണ്ട്. നമ്മളെ കാട്ടിലും കൂടുതൽ അവരാണ് ഈ ഒരു എത്ര പേര് വന്നിരുന്നു പറഞ്ഞിട്ട് ഏട്ടൻ്റെ കൂട്ടുകാരായിട്ട് മുഴുവൻ വിളിച്ചേക്കണു. ഒരാളെ ഇല്ല, മുഴുവൻ ആൾക്കാരെയും വിളിച്ചേക്കണു കേട്ടോ. എല്ലാവരും വന്നു കേട്ടാ. എത്ര പേര് വന്നു ഒരു 19 പേരിന്റെ അടുത്ത് ആൾക്കാർ വന്നിട്ടുണ്ടോ അവിടെ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്രയും സന്തോഷത്തിലാണ് അവരെന്നുള്ളത് അതിന് കാരണങ്ങൾ ഞാൻ പറഞ്ഞതാ. അവരത്രയും സന്തോഷത്തിലാണ് അതൊക്കെ ചെയ്യണമെന്നുള്ള എനിക്കറിയാം. പക്ഷേ അളിയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അനുസരിച്ച് അളിയൻ അത് തരണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനൊന്നും പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നെ കൊണ്ട് എനിക്ക് അവിടെ അച്ഛൻ്റെ സ്ഥാനത്ത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാം. പക്ഷെ അങ്ങനെ ഇപ്പോഴത്തെ സമയമാണ് ഞാൻ പറഞ്ഞു അളിയന് വലിയൊരു ചികിത്സയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്നുള്ളത് പറയും തോന്നിയെന്ന് മാത്രം. നമുക്കിപ്പോൾ നമുക്ക് തോന്നിയതല്ലേ നമുക്ക് പറയാൻ വലിയ സന്തോഷമാണ്. പക്ഷേ നമുക്കത് വാങ്ങുമ്പോൾ നമ്മളെ കൈ വരക്കിയെന്ന് പറയില്ലേ, അത് അങ്ങനെ ഒരു വിഷമം ഉണ്ടായില്ലേ. അതല്ല റിസോർട്ടോ ലഡ്ഡു കൊണ്ടുവന്നിട്ടേ എന്താ പിറ്റേ ദിവസം വരുന്നവർക്ക് എല്ലാവർക്കും മധുരം കൊടുക്കണം പറഞ്ഞിട്ട് ലഡ്ഡു വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഞാൻ അറിഞ്ഞിട്ട് തന്നെ അല്ല കേട്ടോ ലഡ്ഡു കൊണ്ടുവന്ന് വെച്ചത്, ഒളിപ്പിച്ച് വെച്ചിരിക്കുക. പിറ്റേ ദിവസം രാവിലെ ഉണ്ട് വന്നവർക്കൊക്കെ ലഡ്ഡു കൊടുക്കുക അറിയണു. അപ്പം ആ ഒരു ഇത് എത്ര ഉണ്ടാവില്ല കേട്ടാ. തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ നമ്മൾ എന്താണ് ഇതിൽ പറയുന്നത്. പിന്നെ കുറേ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ. വേണ്ടോ നമ്മളിതൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടാ, ഒക്കെ പൊട്ടിക്കണം. ഏട്ടനും വയ്യാന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ പിന്നെ കുറച്ച് കവറുകളും അപ്പം അതാ ഒന്നും നോക്കിയിട്ടില്ല, എല്ലാം പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് നോക്കണം. ഇത് കവർ ഇതാക്കിക്കണോ. അപ്പോൾ എന്താ കണ്ടോ, എന്താ ഇതാണ് സാധനം. ഇതാണ് ആ സാധനം പറയുക. ഇതാണ് ആ സാധനം. ഞങ്ങളിവിടെ കടത്താൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ടി വി അല്ലെങ്കിൽ ഫ്രിഡ്ജോ എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രിഡ്ജൊന്നും ഇപ്പോൾ ആവശ്യമില്ലാത്തതാണ്, ഇപ്പോൾ ഒന്നും വേണ്ട. അതെന്താ വെച്ചാൽ വാങ്ങണ്ടാന്ന് ആവശ്യമില്ലാണ്ടല്ല, അവർ വാങ്ങണ്ട എന്നുള്ളൊരു വാങ്ങണ്ട പറഞ്ഞിട്ട് ഏട്ടനപ്പോൾ കട്ടില് വാങ്ങാന്ന്. കട്ടിലും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ വേഗം ചാടി പിടിക്കും. അപ്പോൾ ഒന്നും വേണ്ട അത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ എന്ത് പറഞ്ഞറിയോ, വേണ്ട ഇപ്പോൾ ഒന്നും വാങ്ങണ്ട, ഇപ്പോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴൊന്നും നമ്മളിവിടെ താമസിക്കില്ലല്ലോ. അപ്പോൾ ഫ്രിഡ്ജ് വേണോ ചോദിച്ചു, അത് വേണ്ട പറഞ്ഞു. ടി വി വേണോ പറഞ്ഞു, അതും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കട്ടിൽ, അപ്പോൾ പിന്നെ നിനക്ക് ഇനി ഒന്നും വേണ്ടേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, വീടായില്ലേ, ഇനിയൊക്കെ ഉള്ളത് പിന്നെ മെല്ലെ മെല്ലെ സൗകര്യങ്ങളാവില്ലേ. എനിക്ക് സത്യം പറയാച്ച ഒരുപാട് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എൻ്റെ സ്വപ്നമായിരുന്നു കേട്ടോ, എൻ്റെ ഈ വീട് എന്ന് പറയുന്നത്. സ്വകാര്യത നമുക്ക് സ്വന്തമായിട്ട് ആർക്കും ഒന്നും കൊടുക്കാണ്ട് അല്ലെങ്കിൽ ആരും ഇല്ലാതെ ജീവിക്കണം വിചാരിച്ചിട്ട് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാവരുടെയും കൂടെ നമ്മളുണ്ട്. നമ്മൾ ഇട്ടെറിഞ്ഞു പോയാലും ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമ്മളവിടെ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ ആദ്യം ചിന്തിച്ചൊരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് മെല്ലെ മെല്ലെ സാധിക്കുന്ന സമയത്ത് ഇത്രയും നമുക്ക് ആയില്ലേ, ഇനി ബാക്കിയുള്ളത് നമ്മൾ ആവുമല്ലോ എന്ന് വിചാരിച്ച്. എൻ്റെ പേരിൽ ഒരാളും ബാധ്യതപ്പെടരുത്, കട ബാധ്യതയായിട്ടൊന്നും നമുക്ക് ചെയ്യരുതെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ചെയ്ത് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നവരോടും എല്ലാവരോടും പ്രാർത്ഥിച്ചവരോടും എല്ലാവരോടും നന്ദിട്ടോ. കുറേ പേര് വന്നു, കുറേ പേര് വന്നില്ല, വരാൻ പറ്റാത്ത ഓരോ സാഹചര്യമായിരിക്കും. അത് ഞായറാഴ്ചയാണ്, നല്ല മുഹൂർത്തമാണ്, നല്ല ദിവസമാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിൽ കുറേ കല്യാണത്തിന് പോയൊരു പേരുണ്ടായി. അവർക്കൊക്കെ ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചു വന്നിട്ട് നമ്മളെ കാണിക്കാനെങ്കിലും ഒരു പിടി ഭക്ഷണം കഴിച്ചിട്ട് പോകണ്ടായി. ഒക്കെ വലിയ സന്തോഷം. അവിടെ പോയാലും പിന്നെയും വരുന്നുണ്ടല്ലോ. രാത്രി 9:30 കോഴിക്കോട് പോയിട്ട് മോനേട്ടം വന്നവിടേക്ക് എത്ര പേര് വരുന്നുണ്ടായി. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷം. അതൊക്കെ നമ്മളെ സ്നേഹമുള്ളതുകൊണ്ടല്ലേ. സത്യം പറയലോ, എല്ലാവരുടെ പോലെയല്ലേ, നമുക്ക് ഒരുപാട് ആഗ്രഹമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇതായിരുന്നു. ഇതുപോലെ നമ്മൾ ഇത്ര ആഗ്രഹങ്ങളോ ആവശ്യങ്ങളുണ്ട് നമ്മൾ ഇതിൽ ഈ പരിമിതിക്കുള്ളിൽ. അല്ലാതെ എല്ലാവരും പറയില്ലേ, ഞാൻ എൻ്റെ ഒരു ഇത് പറയട്ടോ, എല്ലാവരും പറയണ പോലെ നമുക്ക് അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നില്ല. എനിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ മക്കൾ, നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് ഇരിക്കാനൊരു വീടാവണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ചിലർ പറയുന്ന പോലെ വലിയ വീട് വേണം, അല്ലെങ്കിൽ വലിയ ടി വി വേണം, ഫ്രിഡ്ജ് വേണം, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ഞാനതാ പറഞ്ഞത്, ഒന്നുമില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല ചേട്ടാ. തീർച്ചയായിട്ടും
കാരണം നമുക്ക് അങ്ങനെ ഇന്നത് വേണം മലക്ക് നമ്മൾ എന്തൊക്കെ അനുഭവിക്കണ്ടോ അതൊക്കെ നമുക്ക് പുതുതായിട്ട് വന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വീടാവുന്നവർക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കാരണം കൂടി പറയാം, എന്താ ഏട്ടൻ്റെ പെങ്ങളും നമുക്ക് പൈസ തന്നു കേട്ടോ. നമ്മൾ ഏട്ടൻ്റെ പെങ്ങള് മേമ അമ്മായിമാരൊക്കെ എല്ലാവരും മാമാര് പൈസ ആയിട്ടാണ് തന്നത്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മൾ ഇപ്പോൾ ഓരോരുത്തർ ഫ്രിഡ്ജ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ബാധ്യതകളുണ്ട്, നമ്മുടെ പണികൾ പൂർത്തിയാവാതിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പൈസയെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള പണികൾ നോക്കാറില്ല കേട്ടാ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നമുക്കത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എന്താ വെച്ചാൽ ഇപ്പോൾ ടി വി ആണെന്ന് വെച്ചാൽ നമുക്ക് തറവാട്ടിൽ പോയി കാണാം, ഫ്രിഡ്ജാണെന്ന് വെച്ചാൽ ആ സൗകര്യങ്ങളൊക്കെ നമുക്കൊന്നുണ്ട്. ടി വി ആണെന്നുണ്ട്, ഫ്രിഡ്ജാണെന്നുണ്ട്, അതൊക്കെ നമുക്കുണ്ട്. പിന്നെ ഒരു എല്ലാ ഗിഫ്റ്റുകളും നല്ലതാണ്, ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഇതിൽ ഒരു ഗിഫ്റ്റ് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടോ, അതെന്താണെന്ന് അറിയാനുള്ളത്. ഈ ഗിഫ്റ്റ് പൊട്ടിച്ചപ്പോൾ അല്ലേ സത്യം പറയാലോ, കണ്ടോ ഇതാരത് നല്ല സ്ഥലേ നന്നായിട്ടുണ്ട്. ഇത് ഇവിടെ 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 വെക്കണം. എല്ലാ ഗിഫ്റ്റും ആണി മേടിച്ചിട്ടല്ല, ഇതെന്തെങ്കിലും ചെയ്തിട്ട് അല്ല. ഇപ്പൊ ഈ ഓൺലൈനിൽ ഒരു സാധനം വെക്കില്ല, ഇങ്ങനെ കുത്തി ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ടോ, ഇത് നോക്ക് ആ വെക്കണം. ഇത് നല്ല രസമുണ്ട് അല്ലേ. ഇത് ഞാൻ നോക്കിയതാണ്. പിന്നെ അമ്മൂട്ടിയുടെ ഡ്രസ്സും കോലമൊക്കെ നിങ്ങൾ കാണാൻ അമ്മു കരഞ്ഞോട്ട്. എൻ്റെ അമ്മു ഇങ്ങനെ ചിരിച്ച് സംസാരിക്കണമെങ്കിൽ അമ്മുവിന് കണ്ണം വേണം. രണ്ടാമത്തെ അനിയൻ്റെ കുട്ടിയാണ് കേട്ടോ. അവരുണ്ട് പറഞ്ഞു വെച്ചാൽ ഇവൾക്ക് ഇവിടെ നാവിന് ഇത് എത്ര നീളം കൂടും, അല്ലെങ്കിൽ നാവുണ്ടോ എന്നുള്ളത് വായിൽ കൈയിട്ട് നോക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയാണ്. അവൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കളിയായി ചേച്ചി. എന്നിട്ട് ഞങ്ങൾ ഇന്നലെ അവളുടെ കണ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാൻ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അവളേ ഞാൻ വിശേഷം നിർത്തുകയാണ് കേട്ടോ. വായിൽ മൊത്തം പുണ്ണ് വന്നിരിക്കുക. ഇങ്ങനെ വെച്ചിട്ടാ ഈ സൈഡ് മൊത്തം. ഈ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു വയ്യായി വരുന്നു, അത് വരികയും ചെയ്തു. എല്ലാവർക്കും വന്നു, ഒരാൾക്കല്ല എല്ലാവർക്കും, അമ്മയ്ക്കും എല്ലാവർക്കും വയ്യ കേട്ടോ. അപ്പം രസമുണ്ട്. പിന്നെ എന്തെങ്കിലും ഇപ്പം ചിക്കനൊക്കെ കാണുമ്പോൾ നമുക്ക് മടുപ്പാവാൻ തുടങ്ങി. ആകെ എന്നാലും ഒരു ദിവസമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ അത് കണ്ടപ്പോഴേക്കും ഇങ്ങനെ കഴുകും ഇതാകൊക്കെ ചെയ്ത് കണ്ടപ്പോഴേക്കും എന്നെ മടുപ്പായി. അമ്മമ്മ ഫംഗ്ഷൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്താണ് നമ്മൾ സ്റ്റുഡിയോ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം ഫുള്ള് വരുന്നവരെല്ലാവരും മാക്സിമം വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വരും തീർച്ചയായിട്ടും. ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇവിടെ ഇത് പിന്നെ ഇത് അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. ഇവിടേക്കല്ലേ ഇതാ ഇന്നൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്നാലേ കണ്ടോ വെള്ളം കളഞ്ഞിട്ട്, മധുരമുള്ള വെള്ളം കളഞ്ഞിട്ട് ചുമരിക്കൂടെ മൊത്തമായിരിക്കുന്നു. ഇനി ഇത് മൊത്തം ഇതാണ്ടോ പോവോ. അപ്പോൾ അത് പിന്നെ അതാ കുപ്പി കണ്ടോ പൊട്ടിയിട്ട് ഒന്ന്. അപ്പോഴേ നമ്മളെ വിശേഷം നിർത്തട്ടെ. നാളെ കാണാം. നല്ല വിശേഷങ്ങളായിട്ട്.